എന്നിട്ട് ആ ഫണ്ട് എവിടെ? ആ കാലയളവിലല്ലേ സെന്റിന് ഏറ്റവും ചുരുങ്ങിയത് 10 ലക്ഷം രൂപ വില വരുന്ന 15 സെന്റ് സ്ഥലം PK ഫിറോസ് തന്റെ പേരിൽ വാങ്ങിയത്? കുന്നമംഗലത്ത് തന്റെ വീടിനടുത്ത്. അവിടെ ഏതാണ്ട് 1 കോടി രൂപ വില മതിക്കുന്ന വീട് അദ്ദേഹം വെച്ചു. ആരെങ്കിലും ചോദിച്ചോ ഇയാൾക്ക് എവിടെ നിന്നാ പണം എന്ന്? മറ്റേതെങ്കിലും വലിയ പഴയ പാരമ്പര്യമുള്ള നേതാക്കന്മാര് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പറയും അവർ പരമ്പരാഗതമായിട്ട് പണക്കാരാണ്. പരമ്പരാഗതമായിട്ട് പണക്കാരനാണോ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി? ഞാനും ആ പദവിയിൽ ഇരുന്നിട്ടുണ്ട്. എന്റെ കൂടെ നിങ്ങൾ വന്ന് നോക്കി, 20 കൊല്ലം MLA ആയിരുന്നു, 5 കൊല്ലം മന്ത്രിയായിരുന്നു, 10-12 വർഷം ഞാൻ ഒരു കോളേജിലെ അധ്യാപകനായിരുന്നു. എന്റെ ഭാര്യ അധ്യാപികയാണ്. എന്റെ വീട്ടിന്റെ അവിടക്കങ്ങൾ എത്രയോ ഒളിഞ്ഞും തെളിഞ്ഞും വന്നിട്ടുണ്ടല്ലോ. മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത്, അവർ ഭരിക്കുന്ന പഞ്ചായത്ത് തട്ടിപ്പിന്റെ കേന്ദ്രമല്ലേ? സാമ്പത്തിക തട്ടിപ്പിന്റെ കേന്ദ്രമായിട്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മാറിയിട്ടില്ലേ? ലോകത്തെവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതികളിൽ ഷെയർ കൂട്ടാം എന്നിട്ടതിന്റെ ലാഭവിഹിതം തരാം എന്ന് പറഞ്ഞ് ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ലീഗിന്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ 35 കോടി രൂപ ആളുകളെ പറ്റിച്ചത്? ആ സംഭവം നിസ്സാരമാണോ? മലപ്പുറത്തെ പത്രക്കാര് എന്തുകൊണ്ടാണ് അതിനെ ഇങ്ങനെ നിസ്സാരവൽക്കരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. വയനാട് പുനരധിവാസത്തിന് 40 കോടിയിലധികം രൂപയാണ് ലീഗ് പിരിച്ചത്. എന്തുകൊണ്ടാണ് മറ്റു പല സ്വകാര്യ സംഘടനകൾക്കും വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞപ്പോ ഒരു വീട് പോലും നിർമ്മിക്കാൻ മുസ്ലിം ലീഗിന് സാധ്യമാകാതെ പോയത്? അവര് സ്ഥലം വാങ്ങിയിട്ട് 3 മാസം കഴിഞ്ഞു. എന്റെ അടുത്തുണ്ട് സ്ഥലം വാങ്ങിയ ഡേറ്റ്. 5 പേരിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ പേരിൽ സ്ഥലം വാങ്ങിയിട്ടുള്ള അതിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്. 5 ആധാരത്തിന്റെ ഫുൾ കോപ്പിയാണിത്. എന്നാണ് രജിസ്ട്രേഷൻ നടക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട് എത്രയോ വർഷങ്ങളായിട്ട് കേസുകൾ നടക്കുന്നു. മുസ്ലിം ലീഗിന്റെ വയനാട് ജില്ലാ അധ്യക്ഷൻ ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അതിൽ അംഗമാക്കാതിരുന്നത്? സാധാരണ നമ്മളൊരു കാര്യത്തിനൊക്കെ ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കുമ്പോൾ സംഘടനയുടെ പ്രസിഡന്റിനെയാണ് അതിൽ അംഗമാക്കുക. എന്നാൽ എന്തുകൊണ്ടാണ് വയനാട് ജില്ലാ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷനെ അതിന്റെ സബ് കമ്മിറ്റിയിൽ അംഗമാക്കാതിരുന്നത്? സാമ്പത്തിക തട്ടിപ്പ്, അതുപോലെ തന്നെ മയക്കുമരുന്ന്, ഇതൊക്കെ നടത്തുന്നവരുടെ വിഹാര കേന്ദ്രമായി, അവർക്ക് പരിരക്ഷണം നൽകുന്ന സംഘടനയായി മുസ്ലിം ലീഗ് മാറിയിരിക്കുന്നു. ലീഗിനെ അനുകൂലിക്കുന്ന മതസംഘടനകൾ എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ലീഗിനെ ഉപദേശിക്കാത്തത്? ഇതാണ് ഈ 35 കോടി രൂപ TP ഹാരിസിന്റെ തട്ടിപ്പിലും നടന്നിട്ടുള്ളത്, മറ്റു പല തട്ടിപ്പിലും. അപ്പൊ എനിക്ക് പാണക്കാട് കുടുംബത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്, പാണക്കാട്ടെ തങ്ങന്മാര് ഒരു സ്വകാര്യ ഏതെങ്കിലും ആളുകൾ ഷെയർ ബിസിനസ്സിൽ തുടങ്ങുന്ന ഒരു സ്വകാര്യ സംരംഭത്തിന്റെയും ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കരുത്. ഉള്ള ചെയർമാൻ സ്ഥാനങ്ങൾ അവർ രാജിവെക്കണം. അവരുടെ പേര് വെച്ച് നാട്ടുകാരെ പറ്റിക്കുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ്. ഒന്നിലും അവരംഗമാകാൻ വേണ്ടി പാടില്ല. മയക്കുമരുന്നിന്റെ കാര്യം മാത്രമല്ല, സാമ്പത്തിക തട്ടിപ്പ് നമ്മളുടെ ജില്ലയിൽ വ്യാപകമാവുകയാണ്. മുസ്ലിം ലീഗിന് അതിലൊരു പങ്കുണ്ട് എന്ന് പറഞ്ഞാൽ തെറ്റാവില്ല. ചന്ദ്രിക എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ മുഖപത്രത്തെ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള കേന്ദ്രമാക്കിയില്ലേ? ED അത് സംബന്ധമായിട്ട് ബഹുമാന്യനായിട്ടുള്ള ഹൈദരലി ശിഹാബ് തങ്ങളെ പോലും ചോദ്യം ചെയ്തില്ലേ? എന്തിനാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യാത്ത കടുങ്കൈ മുസ്ലിം ലീഗ് ചെയ്യുന്നത്? കോൺഗ്രസിന് വീക്ഷണം എന്ന് പറയുന്ന പത്രമുണ്ട്. അവരെന്തുകൊണ്ട് അവരുടെ പത്രത്തെ ഇങ്ങനെ ഒരു പരിചയാക്കി ഉപയോഗിച്ചില്ല? ഏതെങ്കിലും ഒരു പാർട്ടി അങ്ങനെ ഉപയോഗിക്കുമോ? എന്നിട്ട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനെ EDയുടെ മുന്നിലേക്ക് ചോദ്യം ചെയ്യാൻ ഇട്ടുകൊടുക്കുക. 2 ദിവസം EDക്കാർ വന്ന് ചോദ്യം ചെയ്തു എന്ന് ലീഗ് നേതാക്കന്മാര് തന്നെ സമ്മതിച്ചതല്ലേ?
ഇത്തരം കാര്യങ്ങൾ ലീഗ് എന്തിനാണ് ചെയ്യുന്നത്? ലീഗിന് എത്ര വഴികളുണ്ട് ചന്ദ്രികയുടെ നഷ്ടം നികത്താൻ? കത്തുവ ഉന്നോവ ഫണ്ട് അത് മുക്കിയതുമായി ബന്ധപ്പെട്ട് കുന്നമംഗലം കോടതിയിൽ ഒരു കേസുണ്ടല്ലോ. അന്വേഷിക്കണം എന്ന് പറയുന്ന ഉത്തരവ് ഹൈക്കോടതി തൽക്കാലം സ്റ്റേ ചെയ്തതാണ്. ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യാൻ പരാതിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പ്രഥമ ദൃഷ്ട്യാ തന്നെ അതിൽ കഴമ്പുണ്ട് എന്നാണ് മനസ്സിലായത് എന്നാണ് കോടതി പറഞ്ഞത്. അതുകൊണ്ടാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. മുസ്ലിം ലീഗിലായാൽ എന്ത് സാമ്പത്തിക തട്ടിപ്പ് നടത്താം, ഏത് ഫണ്ടും പിരിക്കാം, മുക്കാം, യാതൊരു പ്രശ്നവും ഇല്ല. ലീഗ് നേതൃത്വം മുസ്ലിം ലീഗിന്റെയും മുസ്ലിം യൂത്ത് ലീഗിന്റെയും യാതൊരു പണിയും വേലയും കൂലിയുമില്ലാത്ത ആളുകളുടെ ആഡംബര ജീവിതത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? പി കെ ഫിറോസ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്താണ് കത്തുവ ഉന്നോവ ഫണ്ട്. എന്തായിരുന്നു സംഭവം? പള്ളിയിൽ നിന്ന് വരെ ആ പിരിവ് എടുത്തിട്ടുണ്ട്. കാശ്മീരിലെ വളരെ പാവപ്പെട്ട ഒരു പെൺകുട്ടി അതിക്രൂരമായി ബലാത്സംഗത്തിനിരയായി കൊല ചെയ്യപ്പെട്ടു. ആ കുട്ടിയുടെ വീട്ടുകാർക്ക് കൊടുക്കാൻ എന്ന പേരിലാണ് ഫണ്ട് കളക്ട് ചെയ്തത്. എന്നിട്ട് ആ ഫണ്ട് എവിടെ? ആ കാലയളവിലല്ലേ സെന്റിന് ഏറ്റവും ചുരുങ്ങിയത് 10 ലക്ഷം രൂപ വില വരുന്ന 15 സെന്റ് സ്ഥലം പി കെ ഫിറോസ് തന്റെ പേരിൽ വാങ്ങിയത്? കുന്നമംഗലത്ത് തന്റെ വീടിനടുത്ത്. അവിടെ ഏതാണ്ട് 1 കോടി രൂപ വിലമതിക്കുന്ന വീട് അദ്ദേഹം വെച്ചു. ആരെങ്കിലും ചോദിച്ചോ ഇയാൾക്ക് എവിടെ നിന്നാ പണം എന്ന്? മറ്റേതെങ്കിലും വലിയ പഴയ പാരമ്പര്യമുള്ള നേതാക്കന്മാര് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പറയും അവർ പരമ്പരാഗതമായിട്ട് പണക്കാരാണ്. പരമ്പരാഗതമായിട്ട് പണക്കാരനാണോ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി? ഞാനും ആ പദവിയിൽ ഇരുന്നിട്ടുണ്ട്. എന്റെ വീട് നിങ്ങൾ വന്ന് നോക്കി. 20 കൊല്ലം MLA ആയിരുന്നു, 5 കൊല്ലം മന്ത്രിയായിരുന്നു, 10-12 വർഷം ഞാൻ ഒരു കോളേജിലെ അധ്യാപകനായിരുന്നു. എന്റെ ഭാര്യ അധ്യാപികയാണ്. എന്റെ വീട്ടിന്റെ അവിടക്കങ്ങൾ എത്രയോ ഒളിഞ്ഞും തെളിഞ്ഞും വന്നിട്ടുണ്ടല്ലോ. നിങ്ങൾ കുന്നമംഗലത്ത് ഫിറോസിന്റെ വീട്ടിൽ പോയി നോക്കിയിട്ടുണ്ടോ? എന്തായിരുന്നു അതിന്റെ സോഴ്സ്? എന്താണ് അദ്ദേഹത്തിന്? എന്താണ് ജോലി? അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഇത്രയധികം പണം കിട്ടിയത്? വിദേശ രാജ്യത്ത് എവിടെയെങ്കിലും അദ്ദേഹത്തിന് വല്ല ബിസിനസ്സും ഉണ്ടോ? ഉണ്ടെങ്കിൽ ആ ബിസിനസ്സിൽ നിക്ഷേപം എവിടെ നിന്നുള്ള പണമാണ് ഉപയോഗിച്ചത് അതിനുവേണ്ടി? ഇത് അദ്ദേഹം പറയാൻ ബാധ്യസ്ഥനല്ലേ? എന്താ പറയാത്തത്? പത്രക്കാരും അന്വേഷിക്കണം അതിനെക്കുറിച്ച്. ഇവർക്കൊക്കെ ഇതിനുള്ള വക എവിടെ നിന്ന്? അപ്പൊ ഞാൻ പറയുകയാണ്, സഹോദരന്റെ ഈ മയക്കുമരുന്ന് കച്ചവടവുമായിട്ട് ഇദ്ദേഹത്തിന് പങ്കുണ്ടോ എന്നുള്ള കാര്യവും അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ തെറ്റു പറയാനാകും? കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിലാണ് ബിനീഷ് ഉള്ളത്. അതുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണനെ സംബന്ധിച്ചും പാർട്ടിയും അതിന് മറുപടി പറയണം എന്ന് പറഞ്ഞയാളാണല്ലോ ഫിറോസ്. എന്താണ് അദ്ദേഹത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള സോഴ്സിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പറയാനുള്ളത്? അത് അദ്ദേഹം നാട്ടിലെ ജനങ്ങളോട് പറയണ്ടേ? മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത്, അവർ ഭരിക്കുന്ന പഞ്ചായത്ത് തട്ടിപ്പിന്റെ കേന്ദ്രമല്ലേ? സാമ്പത്തിക തട്ടിപ്പിന്റെ കേന്ദ്രമായിട്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മാറിയിട്ടില്ലേ? ലോകത്തെവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതികളിൽ ഷെയർ കൂട്ടാം എന്നിട്ടതിന്റെ ലാഭവിഹിതം തരാം എന്ന് പറഞ്ഞ് ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ലീഗിന്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ 10-35 കോടി രൂപ ആളുകളെ പറ്റിച്ചത്? ആ സംഭവം നിസ്സാരമാണോ? മലപ്പുറത്തെ പത്രക്കാര് എന്തുകൊണ്ടാണ് അതിനെ ഇങ്ങനെ നിസ്സാരവൽക്കരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എത്രമാത്രം ഗൗരവമേറിയിട്ടുള്ള കാര്യമാണത്. അതിൽ TP ഹാരിസ് എന്ന് പറയുന്നയാൾക്ക് മാത്രമാണോ പങ്ക്? ഞാൻ പറയുന്നു, മുസ്ലിം ലീഗിന്റെ നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുള്ളത്. പലരെയും വിളിച്ച് ലീഗിന്റെ പല നേതാക്കന്മാരും പറയുന്നുണ്ട്, അടുത്ത കുറി നമ്മളാണ് ഭരണത്തിൽ വരാൻ വേണ്ടി പോകുന്നത്,
നിങ്ങളുടെ പൈസ മുഴുവൻ തന്നെ തിരിച്ചു തരും. 1.5 കൊല്ലവും കൂടി നിങ്ങൾ കാത്തിരിക്കുക. പരാതി കൊടുത്ത ആളുകൾ അതിന് തെളിവായി പോലീസിൽ ഇനി പോകരുത് എന്ന് പറയാൻ വേണ്ടി നേതാക്കന്മാർ തന്നെയാണ് വിളിക്കുന്നത്. ലീഗിന്റെ പുറത്താക്കലൊക്കെ ഒരു പൊട്ടീസാണ്. നിങ്ങൾക്ക് ഓർമ്മയില്ല, കത്തുവ ഉന്നവ ഫണ്ടുമായി ബന്ധപ്പെട്ട വിവാദം കത്തി നിന്ന സമയത്താണ് CK സുബൈറിനെ, മുസ്ലിം യൂത്ത് ലീഗിന്റെ അഖിലേന്ത്യാ നേതാവായിരുന്നു CK സുബൈർ, സുബൈറിനെ പുറത്താക്കി. ഇപ്പൊ സുബൈർ പുറത്താണോ അകത്താണോ? പുറത്താക്കിയത് എന്തിനാണെന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. പിന്നെ അദ്ദേഹത്തെ അകത്താക്കിയത് എന്തിനാണെന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. ലീഗിന്റെ പുറത്താക്കലിന് പുല്ലുവിലയെ ലീഗിന്റെ പ്രവർത്തകന്മാർ കൽപ്പിക്കൂ. കാരണം ഈ സാമ്പത്തിക തട്ടിപ്പുകാരുടെ നേർക്ക് വിരൽ ചൂണ്ടാൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിന് എന്താണ് കഴിയാത്തത്? അവർക്ക് പൊള്ളും. ഈ പണം അവരുടെയൊക്കെ കയ്യിലാണോ ഏൽപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് TP ഹാരിസിനെ ചോദ്യം ചെയ്താലല്ലേ നമുക്കറിയാൻ വേണ്ടി പറ്റൂ. എപ്പോഴാണ് പുറത്താക്കുന്നത്? ഇതൊക്കെ നേരത്തെ തന്നെ അറിയാമായിരുന്നല്ലോ. ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ്, മുസ്ലിം ലീഗിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മൂത്തേടം, അദ്ദേഹം എടക്കര ബാങ്ക് ശാഖയിൽ നിന്ന് എത്ര ലക്ഷക്കണക്കിന് രൂപയാണ് തട്ടിപ്പ് നടത്തി എന്നുള്ള ആക്ഷേപം പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരായി വല്ല നടപടിയും എടുത്തോ? തന്റെ സാമ്പത്തിക ബാധ്യത തീർക്കാൻ ഭീമമായിട്ടുള്ള ഒരു സംഖ്യ അദ്ദേഹം പല ബാങ്കുകളിലും അടച്ചിട്ടുണ്ട്. എടക്കര ബാങ്കിൽ അടച്ചിട്ടുണ്ട്. എവിടെ നിന്ന് കിട്ടിയ പണം അന്വേഷിച്ചിട്ടുണ്ടോ? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവിനെ സാമ്പത്തിക ക്രമക്കേട് നടത്തിയതിന്റെ പേരിൽ ഒരു ബാങ്കിൽ നിന്ന് പിടികൂടി. മുസ്ലിം ലീഗിന്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവിനെയാണ് പിടികൂടിയത്. എന്താണ് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെടുന്ന ആളുകൾ മാത്രം ഇത്യാദി കേസുകളിൽ ഒരു ജില്ലയിൽ ഇത്രയധികം പിടിക്കപ്പെടുന്നത്? UDF-ലാണെങ്കിൽ കോൺഗ്രസും UDF-ന് നേതൃത്വം നൽകുന്ന പാർട്ടിയല്ലേ. കോൺഗ്രസിൽ അങ്ങനെ ജില്ലാ പഞ്ചായത്ത് അംഗം ഇങ്ങനെ ഒരു ബിസിനസ് നടത്തി എന്ന് പറഞ്ഞ് ആരെങ്കിലും ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ടോ? നമ്മളുടെ ജില്ലയിൽ സാമ്പത്തിക തട്ടിപ്പ് വ്യാപകമാവുകയാണ്. അതിനെ മുസ്ലിം ലീഗ് വെള്ളവും വളവും കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്നു. ഒരു തരത്തിലുള്ള ഇടപെടലും ലീഗ് നേതൃത്വം ഇടപെടുന്നില്ല. കാരണം ഒരു വിരൽ ആർക്കെ എതിരെയെങ്കിലും ചൂണ്ടിയാൽ 4 വിരല് അവർക്കെതിരെയാണ് ചൂണ്ടുന്നത് എന്നവർക്കറിയാം. അതുകൊണ്ടാണ് അവരിതിനെ ചോദ്യം ചെയ്യാത്തത്. മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് ഒരു സോഷ്യൽ സെക്യൂരിറ്റി സ്കീം എന്ന് പറഞ്ഞ് ഒരു പദ്ധതി നടപ്പിലാക്കിയിരുന്നു. സോഷ്യൽ സെക്യൂരിറ്റി സ്കീം എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിന്റെ വാർഡ് പ്രസിഡന്റ്, സെക്രട്ടറിമാരൊക്കെ അടങ്ങുന്ന ഒരു പദ്ധതി. അപ്പൊ എന്താണ്? 2000 രൂപ എല്ലാവരുടെ നിന്നും വാങ്ങുക, എന്നിട്ട് അവര് മരിച്ചാൽ 2 ലക്ഷം രൂപ, പരിക്ക് പറ്റിയാൽ 50,000 രൂപ, ഇതൊക്കെ കൊടുക്കുക. അങ്ങനെ ഒരു സോഷ്യൽ സെക്യൂരിറ്റി സ്കീം അത് പ്രഖ്യാപിച്ചു. അതിന്റെ മുഖ പേജാണ് ഇത്. ഞാൻ വെറുതെ പറയുന്നതല്ല, അതിന്റെ മുഖ പേജാണ് ഇത്. സോഷ്യൽ സെക്യൂരിറ്റി സ്കീം, ലീഗ് പ്രഖ്യാപിച്ച സോഷ്യൽ സെക്യൂരിറ്റി സ്കീം. ആ സ്കീമിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഏത് ബാങ്കിലാണ് സോഷ്യൽ സെക്യൂരിറ്റി സ്കീമിന്റെ പണം നിക്ഷേപിച്ചിട്ടുള്ളത്? ഏത് ഇൻഷുറൻസ് കമ്പനിയുമായിട്ടാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഒപ്പുവെച്ചിട്ടുള്ളത്, കരാർ ചെയ്തിട്ടുള്ളത്? മറ്റുള്ളവരെ പറ്റിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. സ്വന്തം പാർട്ടിയുടെ വാർഡ് ഭാരവാഹികളെ പറ്റിക്കുന്ന പാർട്ടി ലീഗല്ലാതെ മറ്റേത് പാർട്ടിയാണ്? അപ്പൊ ആരും അതിനെതിരായിട്ടൊന്നും ശബ്ദിക്കില്ല. കാരണം 2000 രൂപയല്ലേ, അത് പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ എന്ന് പറഞ്ഞു നിൽക്കും. അപ്പൊ സോഷ്യൽ സെക്യൂരിറ്റി സ്കീമിനെ കുറിച്ച് വിശദീകരിക്കേണ്ട ചുമതല മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിനുണ്ട്. ഈ സമയത്താണ് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുന്നത്. വയനാട് പുനരധിവാസത്തിന് 40 കോടിയിലധികം രൂപയാണ് ലീഗ് പിരിച്ചത്. എന്തുകൊണ്ടാണ് മറ്റു പല സ്വകാര്യ സംഘടനകൾക്കും വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞപ്പോ ഒരു വീട് പോലും നിർമ്മിക്കാൻ മുസ്ലിം ലീഗിന് സാധ്യമാകാതെ പോയത്? അവർ സ്ഥലം വാങ്ങിയിട്ട് 3 മാസം കഴിഞ്ഞു.
എൻ്റെ അടുത്തുണ്ട് സ്ഥലം വാങ്ങിയ ഡേറ്റ്. 5 പേരിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ പേരിൽ സ്ഥലം വാങ്ങിയിട്ടുള്ള അതിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്. 5 ആധാരത്തിന്റെ ഫുൾ കോപ്പിയാണിത്. എന്നാണ് രജിസ്ട്രേഷൻ നടക്കുന്നത്? രജിസ്ട്രേഷൻ നടക്കുന്ന ഡേറ്റ് നാലാം മാസമാണ്. ഇരുപത്തിയേഴ് 5/2025 5-ാം മാസമാണ് നടക്കുന്നത്. ഇപ്പോ 8-ാം മാസമായി. ഇതുവരെയും എന്തുകൊണ്ടാണ് പ്രൈവറ്റായിട്ട് വാങ്ങിയിട്ടുള്ള സ്ഥലത്ത് ഒരു വീടിന്റെ തറക്കല്ലിടാൻ വേണ്ടി പറ്റാത്തത്? 1.25 ലക്ഷത്തോളം രൂപ സെന്റിന് തോട്ടഭൂമിയാണ് വാങ്ങിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അതിൽ നല്ലൊരു ശതമാനം തോട്ടഭൂമിയാണ് എന്നാണ് കേൾക്കുന്നത്. എന്തിലും കമ്മീഷൻ അടിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു പതിവായി മാറിയിരിക്കുന്നു. സത്യത്തിൽ കഫംപുടക്ക് പോലും ഇവരുടെ കയ്യിൽ പണം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കൊടുത്ത അതിൽ നിന്നും കമ്മീഷൻ അടിക്കും. ഇവർ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി വയനാട് പുനരധിവാസത്തെ എത്രമാത്രം ലാഘവത്തോടു കൂടിയാണ് കണ്ടത്. അതിനു വേണ്ടിയിട്ടൊരു കമ്മിറ്റി ഉണ്ടാക്കി. എന്തിന്? സ്ഥലം വാങ്ങാൻ. ആരെയാണ് സാധാരണ നമ്മൾ അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ കമ്മിറ്റിയിൽ അംഗമാക്കുക? വയനാട്ടിൽ ഒരുപാട് സ്ഥലമൊക്കെയുള്ള മുസ്ലിം ലീഗിലെ നിരവധി നേതാക്കന്മാരുണ്ടല്ലോ. അവർ വേണമെങ്കിൽ സ്ഥലം വെറുതെ കൊടുക്കുമല്ലോ. PV അബ്ദുൽ വഹാബ് MP അദ്ദേഹത്തെ അതിന്റെ കൺവീനറാക്കിയിട്ട് തീരുമാനിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്, യൂത്ത് ലീഗിന്റെ സംസ്ഥാന ട്രഷറർ വയനാട്ടുകാരൻ ഒരാള്, MSFന്റെ ഏതോ ഒരു ഭാരവാഹി, ഇവരെയാണ് ഇവരുൾപ്പെടുന്ന ഒരു കമ്മിറ്റി. PK ബഷീർ MLA അതിന്റെ കൺവീനർ. എത്ര വക്കീലന്മാരുണ്ട്? ഇങ്ങനെ ഒരു സ്ഥലമേറ്റെടുപ്പൊക്കെ വരുമ്പോ ഒരു വക്കീലിനെ ആ ഒരു കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണ്ടേ? ഉൾപ്പെടുത്തിയോ? ഇല്ല. ഇവര് തീരെ നിരുത്തരവാദപരമായിട്ട് മുൻകാലങ്ങളിൽ ധനസമാഹരണത്തിൽ ഒരു തരത്തിലുള്ള സൂക്ഷ്മതയും കാണിക്കാത്ത ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അവരെ അംഗങ്ങളാക്കിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ചത്. 40 കോടി രൂപ സമാഹരിച്ചു ആളുകളിൽ നിന്ന്. എന്നിട്ട് മറ്റു പല സ്വകാര്യ സംഘടനകളും വീട് വെച്ച് അതിന്റെ വിതരണം തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ ലീഗിന് മാത്രം എന്തുകൊണ്ടാണ് മുന്നോട്ടു പോകാൻ കഴിയാതെ പോയത്? 1.25 ലക്ഷം രൂപ സെന്റിന് കൊടുത്ത് അവിടുന്ന് തന്നെ അവിടുത്തെ ഒരു അഡ്വക്കേറ്റ് പറഞ്ഞില്ലേ, കൽപ്പറ്റയിലെ ചാത്തുക്കുട്ടി, അദ്ദേഹം പറഞ്ഞല്ലോ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരോട്, നിങ്ങൾ ഈ വാങ്ങിയ വെള്ളയുടെ പകുതി വിലക്ക് ഇതിനേക്കാൾ നല്ല സ്ഥലം ഞാൻ എടുത്തു തരാം. തോട്ടഭൂമിയാണ് എന്നുള്ള തർക്കം ഇപ്പൊ തീർന്നിട്ടില്ല. കക്ഷികളോട് ഹാജരാകാൻ വേണ്ടി പറഞ്ഞു. 10 ദിവസം അവധി വേണം എന്നാണ് കക്ഷികൾ പറഞ്ഞത്. ഇത് തോട്ടഭൂമി അല്ല എന്നുള്ള ഉറപ്പ് ലീഗ് നേതൃത്വത്തിനുണ്ടെങ്കിൽ അത് വിറ്റ ആളുകൾക്ക് അത് തോട്ടഭൂമിയാണെന്ന് തെളിയിക്കാനുള്ള രേഖ അവരുടെ കയ്യിൽ ഇല്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതുമായി ബന്ധപ്പെട്ട് എത്രയോ വർഷങ്ങളായിട്ട് കേസുകൾ നടക്കുന്നു. മുസ്ലിം ലീഗിന്റെ വയനാട് ജില്ലാ അധ്യക്ഷൻ ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അതിൽ അംഗമാക്കാതിരുന്നത്? സാധാരണ നമ്മളൊരു കാര്യത്തിനൊക്കെ ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കുമ്പോൾ സംഘടനയുടെ പ്രസിഡന്റിനെയാണ് അതിൽ അംഗമാക്കുക. എന്നാൽ എന്തുകൊണ്ടാണ് വയനാട് ജില്ലാ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷനെ അതിന്റെ സബ് കമ്മിറ്റിയിൽ അംഗമാക്കാതിരുന്നത്? സാമ്പത്തിക തട്ടിപ്പ്, അതുപോലെ തന്നെ മയക്കുമരുന്ന്, ഇതൊക്കെ നടത്തുന്നവരുടെ വിഹാര കേന്ദ്രമായി, അവർക്ക് പരിരക്ഷണം നൽകുന്ന സംഘടനയായി മുസ്ലിം ലീഗ് മാറിയിരിക്കുന്നു. ലീഗിനെ അനുകൂലിക്കുന്ന മതസംഘടനകൾ എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ലീഗിനെ ഉപദേശിക്കാത്തത്? എല്ലാവരെയും ഉപദേശിക്കാറുണ്ടല്ലോ അവര്. എന്തുകൊണ്ട് ലീഗിനെ ഉപദേശിക്കുന്നില്ല?
ലീഗിന്റെ നേതൃത്വത്തെ ഉപദേശിക്കുന്നില്ല. ഇത്തരക്കാരെ വെച്ചുകൊണ്ട് ലീഗിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അവരെന്തുകൊണ്ടാണ് പറയാത്തത്? ഇപ്പൊ മലപ്പുറം ജില്ലയിലും മലബാറിലും മറ്റൊരു പ്രവണതയും കൂടി ശക്തിപ്പെടുകയാണ്. അതും കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. എന്താന്ന് വെച്ചാൽ, വ്യാപകമായിട്ട് ഇപ്പോൾ ഷെയർ ബിസിനസ്സുകൾ ഇവിടെ തുടങ്ങുകയാണ്. സ്വകാര്യ ആളുകൾ, ഒരു 5-10 പൈസക്കാരായിട്ടുള്ള ആൾക്കാർ ഒത്തുകൂടും, എന്നിട്ട് ഷെയർ വാങ്ങും. ഈ കമ്മിറ്റികളുടെ ഒക്കെ ചെയർമാൻ സ്ഥാനത്ത് പാണക്കാട്ട തങ്ങന്മാരെയാണ് അവർ വെക്കുന്നത്. തങ്ങന്മാര് ചെയർമാന്മാര്. ആ സാധുക്കൾ ഒന്നും അറിയില്ല. അവരെ ചെന്ന് നിങ്ങൾ ചെയർമാനാണ് ഇതിന്റെ, വയനാട്ടിൽ നമുക്ക് ഒരു 50 ഏക്കർ ഭൂമിയുണ്ട്, അവിടെ ഒരു ഫാം തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. എന്നിട്ട് നാട്ടുകാരെടുത്ത് നടന്നിട്ട് പൈസ പിരിക്കുക. ഇപ്പോ യഥാർത്ഥത്തിൽ ഈ തട്ടിപ്പ് നടത്തുന്ന ആളുകൾക്ക് ഒരു അനുകൂല സാഹചര്യവും കൂടി ഉണ്ട്. എന്താന്ന് വെച്ചാൽ, പൈസ ബാങ്ക് ട്രാൻസാക്ഷനിലൂടെ മാത്രമേ നടത്താവൂ. നമ്മൾ പണ്ടത്തെ പോലെ ചെക്കിൽ പണം എഴുതിയിട്ട് കോടതിയിൽ കൊണ്ടുപോയാൽ കോടതി ഇനി മുതൽ അത് സ്വീകരിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നല്ല സുഖമായി ഇപ്പോ. എന്നിട്ട് ഇവര് പറയാണ് ഈ ആളുകളോട്, ഈ ഷെയർ ഹോൾഡേഴ്സിനോട് ഷെയർ ചോദിച്ചാൽ പറയാ, നിങ്ങൾക്ക് പരാതി കൊടുക്കാൻ പറ്റൂല, കാരണം നിങ്ങളുടെ പണത്തിന്റെ സോഴ്സ് വെളിപ്പെടുത്തേണ്ടി വരുന്നു. ഈ സാധുക്കളെ പേടിപ്പിക്കുക. ഇതാണ് ഈ 35 കോടി രൂപ TP ഹാരിസിന്റെ തട്ടിപ്പിലും നടന്നിട്ടുള്ളത്, മറ്റു പല തട്ടിപ്പിലും. അപ്പൊ എനിക്ക് പാണക്കാട് കുടുംബത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്, പാണക്കാട്ട തങ്ങന്മാര് ഒരു സ്വകാര്യ ഏതെങ്കിലും ആളുകൾ ഷെയർ ബിസിനസ്സിൽ തുടങ്ങുന്ന ഒരു സ്വകാര്യ സംരംഭത്തിന്റെയും ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കരുത്. ഉള്ള ചെയർമാൻ സ്ഥാനങ്ങൾ അവർ രാജിവെക്കണം. അവരുടെ പേര് വെച്ച് നാട്ടുകാരെ പറ്റിക്കുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ്. ഒന്നിലും അവരംഗമാകാൻ വേണ്ടി പാടില്ല. പാണക്കാട്ട തങ്ങന്മാര് മുൻകാലങ്ങളിൽ, പാണക്കാട്ട പുക്കോയത്തങ്ങള് എത്ര ബിസിനസ് സംരംഭങ്ങളുടെ ചെയർമാനായിട്ടുണ്ട്? പലതും ആയിട്ടുണ്ടോ? ശിഹാബ് തങ്ങള് ആയിട്ടുണ്ടോ? ഹൈദരലി ശിഹാബ് തങ്ങള് ആയിട്ടുണ്ടോ? എന്തിനാണ് അവരവരുടെ പേരും അഡ്രസ്സും വിലയും നിലയും ഈ ആളുകൾക്ക് ബിസിനസ് നടത്താൻ വേണ്ടി കൊടുക്കുന്നത്, ആളുകളെ പറ്റിക്കാൻ വേണ്ടി കൊടുക്കുന്നത്? മലപ്പുറം ജില്ലയിൽ വിദ്യാഭ്യാസ കച്ചവടം നടത്തുന്ന സ്വകാര്യ സംരംഭകന്മാരുണ്ടല്ലോ, കുറച്ച് ആൾക്കാരുണ്ട് കൂടുക. എന്നിട്ടൊരു 25 ലക്ഷം രൂപ വീതം ഒരു ആളുകൾ ഷെയർ എടുക്കുക, എന്നിട്ടൊരു കമ്മിറ്റി ഉണ്ടാക്കുക, എന്നിട്ടൊരു സെൽഫ് ഫിനാൻസിങ് കോളേജ് തുടങ്ങുക. ചെയർമാൻ ആരാ? അത് പാണക്കാട്ട തങ്ങൾ. വിദ്യാഭ്യാസ കച്ചവടത്തിന് പാണക്കാട്ട തങ്ങന്മാർ കൂട്ടുവെക്കാൻ പാടുണ്ടോ? എത്ര സ്വകാര്യ സംരംഭങ്ങൾ, സമസ്തയുടേതാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഓർഫനേജുകളുടേതാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ സ്വകാര്യ വ്യക്തികൾ ഉണ്ടാക്കുന്ന ട്രസ്റ്റിന്റെ ചെയർമാൻമാരായി എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ ജില്ലയിലും മറ്റു പല ജില്ലകളിലും മലബാറിൽ നടക്കുന്നുണ്ട്? തികഞ്ഞ വിദ്യാഭ്യാസ കച്ചവടം. ആ വിദ്യാഭ്യാസ കച്ചവടം അവസാനിക്കണമെങ്കിൽ തങ്ങന്മാര് ഇത്തരത്തിലുള്ള ഒരു ട്രസ്റ്റിന്റെയും ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കണം. അതിനാദ്യം വേണ്ടത് പാണക്കാട് കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള പാണക്കാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥി പ്രവേശനത്തിനും അധ്യാപക നിയമനത്തിനും അടുത്ത വർഷം മുതൽ ഒരു ചില്ലി പൈസ പോലും വാങ്ങില്ല എന്ന് അവർ പ്രഖ്യാപിക്കണം. അങ്ങനെ പ്രഖ്യാപിച്ചാൽ മാത്രമേ വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരായിട്ടുള്ള യുദ്ധം ഈ ജില്ലയിൽ ആരംഭിക്കാൻ വേണ്ടി കഴിയും. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിന് വിദ്യാഭ്യാസ കച്ചവടം നടത്തുന്നവർക്കെതിരായി വിരൽ ചൂണ്ടാൻ സാധിക്കും. അങ്ങനെ ഒരു വിപ്ലവം ഇവിടെ നടക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം ഞാൻ വിളിക്കണമെന്ന് തീരുമാനിച്ചത്. ആരും ഇത് മിണ്ടൂല, ആർക്കും ഇത് പുറത്തു പറയാൻ ധൈര്യമില്ല, എല്ലാവർക്കും പേടി. എല്ലാവരും അങ്ങനെ പേടിച്ചിരുന്നാൽ ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യന്മാരാണ് വഞ്ചിക്കപ്പെടുന്നത്. എത്രയോ ആളുകൾ ഗൾഫിൽ നിന്ന് ജീവിതം മുഴുവൻ പ്രയാസപ്പെട്ട ആളുകൾ, അവര് കിട്ടിയ സമ്പാദ്യം തങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാര് നേതൃത്വം നൽകുന്ന
ട്രസ്റ്റിലേക്ക് നിക്ഷേപിക്കുന്നത് അതിന്റെ ലാഭം തിരിച്ചു കിട്ടി അവസാന കാലത്ത് നല്ലതുപോലെ ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ്. പക്ഷെ ആ പണം തന്നെ നഷ്ടമാകുന്ന സ്ഥിതി നിലനിൽക്കുന്നു. അപ്പൊ ആദ്യം ബഹുമാന്യരായിട്ടുള്ള പാണക്കാട്ടെ സയ്യിദന്മാർ, എനിക്ക് അവരോട് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവർ ഒരു കച്ചവടക്കാരന്റെ ട്രസ്റ്റിന്റെ, ഒരു സ്വകാര്യ സംരംഭങ്ങളുടെ ട്രസ്റ്റിന്റെ അമരത്തും ഉണ്ടാവാൻ പാടില്ല. അത് ഹോസ്പിറ്റലായാലും ശരി, അത് ഗോൾഡ് ജ്വല്ലറികളായാലും ശരി, ഫാമുകള്, കമ്പനികള്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ട്രസ്റ്റുകളായാലും ശരി, അതിന്റെ ഒന്നും തലപ്പത്തിരിക്കാൻ വേണ്ടി പാടില്ല. ഈ നാട്ടിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവും അങ്ങനെ ചെയ്യില്ല. അതാണ് ലീഗുകാർ മനസ്സിലാക്കേണ്ടത്. കോൺഗ്രസ് ആണ് എല്ലാ നിലക്കും ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു അഴകുഴമ്പൻ സമീപനം സ്വീകരിക്കുന്ന പാർട്ടി എന്നാണ് പറയാറ്. ആ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പോലും ചെയ്യാത്ത തരത്തിലുള്ള തട്ടിപ്പാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെതിരായി ലീഗ് പ്രവർത്തകർ തന്നെ ശക്തമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. യൂത്ത് ലീഗ് ധോത്തി ചാലഞ്ച് എന്ന് പറഞ്ഞു കണ്ടൊരു പരിപാടി നടത്തി. ഇപ്പൊ MSF-കാരും പറ്റിക്കാണ്, യൂത്ത് ലീഗുകാരും പറ്റിക്കാണ്, ലീഗുകാരും പറ്റിക്കാണ്. അപ്പൊ എന്താ സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, മൊല്ലാക്ക ബാക്കി ഞാൻ പറഞ്ഞില്ല. MSF-കാര് ദേശീയ തലത്തിൽ ഒരു പിരിവൊക്കെ നടത്തി. എന്തിന്? പാവപ്പെട്ട ആളുകളെ ഉത്തരേന്ത്യയിൽ ദത്തെടുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു. എത്ര കുട്ടികളെ ദത്തെടുത്തു? ഇതിന്റെയൊക്കെ ഒരു ഫീഡ്ബാക്ക് അവര് നാട്ടിലെ ജനങ്ങളോട് പറയണ്ടേ? അന്ന് യൂത്ത് ലീഗിന്റെ ഭാരവാഹിയായിരുന്ന ആളുണ്ടല്ലോ, അദ്ദേഹം പറയട്ടെ എത്ര പണം അതുമായി ബന്ധപ്പെട്ട് പിരിച്ചു. എനിക്കിന്ന് ഓർമ്മയുണ്ട്, ഞാൻ യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് എറണാകുളത്ത് മുസ്ലിം യൂത്ത് ലീഗിന്റെ സമ്മേളനം നടന്നത്. സമ്മേളനം കഴിഞ്ഞ് ഒരാഴ്ച തികയുന്നതിന് മുൻപ് അന്ന് കിട്ടിയിട്ടുള്ള മുഴുവൻ പൈസ, ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള പൈസ, അതടക്കം ചെലവെത്രയായി, അവസാനം 8 ലക്ഷം രൂപ ബാക്കിയാക്കി ആ കണക്ക് ബഹുമാന്യനായിട്ടുള്ള ശിഹാബ് തങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നപ്പോ തങ്ങളിന്റെ പുറത്ത് തട്ടിയിട്ട് പറഞ്ഞു, ലീഗിൽ ഇത് ആദ്യമാണ് കേട്ടോ. 8 ലക്ഷം രൂപ ബാക്കിയായിട്ട് വരവുക ചെലവുകാണ്. യൂത്ത് ലീഗരോട് ചോദിച്ചു നോക്കാണി, ധോത്തി ചാലഞ്ച് അതൊക്കെ ഉണ്ടായി എന്നറിയും. 2,72,000 തുണികളാണ് വാങ്ങിയത് ഒരു കമ്പനിയിൽ നിന്ന്. 2,72,000 തുണികൾ. 600 റുപ്യാണ് മേടിച്ചത്. 150 റുപ്യയുടെ തുണി ഈ പാവങ്ങൾക്ക് കൊടുത്തിട്ട് ഓലോട് പറഞ്ഞു, ഇതിന് 750 റുപ്യാണ് മാർക്കറ്റില്. തുണി കണ്ടെടുത്തിട്ട് ഒരു അലക്കിയിട്ടില്ല. അപ്പോത്തിന് കരന്റെ നിറായി, ബാക്കിയുള്ള എല്ലാം വെളുത്ത ഭാഗവും. നിങ്ങൾ ചോദിച്ചു നോക്കി, ഇങ്ങനെ കള്ളത്തരം നടത്തുന്ന യൂത്ത് ലീഗിന്റെ നേതാക്കന്മാർക്ക് കടിഞ്ഞാണിടാൻ ലീഗിന് എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? കാരണം സാധിക്കൂല. അവിടെ ഇതിനേക്കാളും വലിയ കൊള്ളയാണ് നടക്കുന്നത്. എല്ലാരും വാരിയാണ്. 10 കൊല്ലം ഭരണത്തിലില്ല എന്നുള്ളതിന്റെ നഷ്ടം നികത്തുന്നത് നാട്ടുകാരുടെ പോക്കറ്റിൽ കൈയിട്ടുകൊണ്ടാണ്. അതും ലീഗ് അനുഭാവികളും ലീഗിന്റെ പ്രവർത്തകരുമായിട്ടുള്ള സാധുക്കളായിട്ടുള്ള സാമ്പത്തിക ശേഷിയുള്ള ലീഗ് നേതൃത്വത്തെ ബഹുമാനിക്കുന്നവരുടെ പോക്കറ്റിൽ കൈയിട്ടുകൊണ്ട്. ഈ വാരിൽ ലീഗ് അവസാനിപ്പിക്കണം. എനിക്ക് ലീഗ് പ്രവർത്തകരോടും ഈ ജില്ലയിലെയും മറുജില്ലകളിലെയും ആളുകളോട് പറയാനുള്ളത്, ലീഗിന്റെ നേതാക്കന്മാര് ചെയർമാൻമാരോ കൺവീനർമാരോ ആയി ട്രസ്റ്റ് ഉണ്ടാക്കി ബിസിനസ് തുടങ്ങാനെന്ന പേരിൽ, ജ്വല്ലറി തുടങ്ങാനെന്ന പേരിൽ, ടെക്സ്റ്റൈൽസ് തുടങ്ങാനെന്ന പേരിൽ, ആശുപത്രി തുടങ്ങാനെന്ന പേരിൽ, ഫാമുകൾ തുടങ്ങാനെന്ന പേരിൽ നിങ്ങളെ സമീപിക്കുകയാണെങ്കിൽ ഒരു ചില്ലി പൈസ കൊടുത്തു പോകരുത്. ലീഗുകാരെ കയ്യിൽ പൈസ പെട്ടാല് പള്ളിക്കാട്ടിക്ക് സലാഞ്ചല്യമായി മടക്കല്ല. അത് പിന്നെ നിങ്ങള് ദീനുൽ ഇസ്ലാമിന്റെ വകയിൽക്കാട്ട് കൂട്ടിക്കാളിയെന്നറിയും. ഈ പറ്റിക്കൽ മുസ്ലിം ലീഗ് നേതൃത്വം അവസാനിപ്പിക്കണം.